മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നാളെ വീണ്ടും തുറക്കുകയാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് നമ്മളുടെ കുരുന്നുകളും അവരുടെ രക്ഷകർത്താക്കളും. ഇനി ഏത് ക്ലാസ്സിലേക്കാ? 3ലേക്ക്. പുതിയ കൂട്ടുകാരെയൊക്കെ കാണുന്നതിന്റെ സന്തോഷത്തിലാണോ? പുതിയ ക്ലാസ്സിലേക്ക് പോണ സന്തോഷമൊക്കെ ഉണ്ട്. നാളെ സ്കൂളിലേക്ക് പോകുന്നതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? കുറെ നാളുകൾക്ക് ശേഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമൊക്കെ എങ്ങനെയാ? നല്ല. ഇനി ഏത് ക്ലാസ്സിലേക്കാ? 7. കുറെ ദിവസത്തിന് ശേഷം സ്കൂളിലോട്ട് പോകുന്നതിന് എക്സൈറ്റഡ് ആണോ? യെസ്. മോളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സംഖ്യ 5th സ്റ്റാൻഡേർഡ്. നാളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ ഇറങ്ങിയതാണോ? യെസ്. കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ സ്കൂളിൽ? യെസ്. നാളെ സ്കൂൾ തുറക്കല്ലേ, എങ്ങനെയൊക്കെയാ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നതിന്റെ സന്തോഷത്തിലാണോ? ഇനി ഏത് ക്ലാസ്സിലേക്കാ? 9ലേക്ക്. കുറെ ദിവസം വീട്ടിൽ നിന്നിട്ടല്ലേ സ്കൂളിലേക്ക് പോകുന്നത്, അപ്പോൾ അതിന്റെ ഒരു ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല സന്തോഷം. ഇഷ്ടമാണോ സ്കൂളിൽ പോകാൻ? ഇഷ്ടമാണ്. കുറേ ദിവസം വീട്ടിൽ നിന്നിട്ട് സ്കൂളിലോട്ട് പോകില്ല, എന്തൊക്കെയാ സ്കൂളിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷകൾ? ആകെ കൂട്ടുകാരെ കാണണം, പഠിക്കണം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഒരു 2 മാസത്തോളം വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരെയൊക്കെ വിട്ടിട്ട് സ്കൂളിലോട്ട് നാളെ തൊട്ട് രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരം അല്ലേ വരൂ? അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ സങ്കടമൊന്നുമില്ല. നിറയെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? നിറയൊന്നുമില്ല, കയ്യിലെണ്ണാൻ പറ്റണം, അത്രേ ഉള്ളൂ. എന്താ മോളുടെ പേര്? ഏത് ക്ലാസ്സിലാണ്? എൻ്റെ പേര് ശൃംഗ, ഞാൻ എത്തി പഠിക്കാൻ. കുറേ ദിവസം വീട്ടിൽ ഇരുന്നതിന് ശേഷം സ്കൂളിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാ വിശേഷങ്ങൾ? കൂട്ടുകാരന്മാരെ കാണാൻ പറ്റും, പിന്നെ ബാഗും ബുക്കും ഒക്കെ മേടിക്കണം. കൂട്ടുകാരെ കാണുന്നതിൻ്റെ ഒരു ത്രില്ലിലാണോ? എന്താ പേര്? സാവിയോ. ആൽഫിൻ. ഏത് ക്ലാസ്സിൽ രണ്ടുപേരും? 8ല്. കുറേ ദിവസം വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ വീട്ടുകാരെല്ലാം അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടായിരുന്നു, കൂടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ. അവരെ വിട്ട് ഇനി സ്കൂളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടോ? ചെറുതായിട്ടുണ്ട്. ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നല്ലോ, മഴ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? കുട്ടികളൊക്കെ രക്ഷകർത്താക്കളൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് മഴ ഒരു തടസ്സമായോ? മഴ ഭയങ്കര തടസ്സമായിരുന്നു. ഇന്നിപ്പോൾ നല്ല ആളുകൾ വന്നിട്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇന്ന് മഴ രാവിലെ മുതൽ മഴയില്ല, എൻ്റെ പേരിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. കുഴപ്പമൊന്നും. ഞാൻ ബാഗും മഴക്കൂട്ടും കച്ചവടം ചെയ്യുന്ന ആളാണ്. നല്ല കച്ചവടം ഉണ്ടെന്ന്. മഴ ഒരു ബുദ്ധിമുട്ടായിരുന്നു, 3-4 ദിവസമായിട്ട് മഴ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല കച്ചവടമുണ്ട്. അവധിക്കാലത്തിന് ശേഷം നമ്മുടെ കുട്ടികൾ നാളെ വീണ്ടും തിരികെ സ്കൂളുകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ തിരക്കാണ് എനിക്ക് പിന്നിൽ കാണുവാൻ കഴിയുന്നത്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്നും ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.